ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കുന്നത് നല്ല തേങ്ങ വറുത്തരച്ച ഒരു കൊഞ്ചൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ചോറിനായാലും അല്ലെങ്കിൽ ദോശക്കോ ചപ്പാത്തിക്കോ റൊട്ടിക്കോ എന്തിനും നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. ആദ്യം തന്നെ ഞാനിതാ കുറച്ച് കൊഞ്ചനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള കൊഞ്ചൻ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, പിന്നെ 1 മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിൽ തന്നെ ഒരു ചട്ടി വെച്ച് നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഞാനൊരു 1.5 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതൊക്കെ നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം. അത് നന്നായി വെന്തൊളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പുളിയൊന്ന് കുതിർത്തിട്ട് പിഴിഞ്ഞെടുക്കാം. പുളിയുടെ ടേസ്റ്റ് ഓവറായി പോകരുത്, അപ്പോൾ കറീൻ്റെ ടേസ്റ്റ് പാടെ മാറിപ്പോവും. അതുകൊണ്ട് കുറച്ച് മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതാൻ്റെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മുളകും മഞ്ഞളൊന്നും കറിയിൽ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടില്ലെങ്കിൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഉണ്ടാവുക. ഇനി നമുക്കതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിനി പുളി അധികമായി പോകരുത് കേട്ടോ, കുറച്ച് മാത്രമേ വേണ്ടൂ. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൊഞ്ചൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് വേവുന്നത് വരെ ഒന്ന് അടച്ചു വെക്കുക. ഈ കൊഞ്ചനൊക്കെ വെന്തിട്ട് ഈ കറി ഒന്ന് കുറച്ച് തിളച്ച് നല്ലോണം വറ്റി വരണം. അതവിടെ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 മുറിയോളം തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയൊക്കെ വരുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇങ്ങനെ നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ലോണം ഒരു വറന്ന് വന്നാൽ മാത്രമേ കേട്ടോ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത്ര വരെ നല്ലോണം ഇളക്കി കൊടുക്കാനും ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കുരുമുളകും ജീരകമൊക്കെ ഇടുന്ന സമയത്ത് നമ്മളെടുത്ത് പൊടിക്കാത്ത മല്ലി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന ഈ പൊടികളുടെ മണമൊക്കെ മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ തേങ്ങയും പൊടികളും എല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഇതാ എൻ്റെ കറിയൊക്കെ നല്ലോണം തിളച്ച് കൊഞ്ചനൊക്കെ വെന്ത് വരുന്നുണ്ട്. ഗ്രേവി കുറച്ചും കൂടി വറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് ടൈമും കൂടി അടച്ചു വെക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചൂടാറി കഴിഞ്ഞാൽ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ കറിയൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തിക്നെസ് ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ അധികം ലൂസാക്കി എടുക്കണ്ട, കറി കുറച്ച് ടൈറ്റിലായിരിക്കും നല്ല ഉണ്ടാവുക. മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക.
ഞാൻ ഇപ്പോൾ ഇത്ര ലൂസാക്കിയിട്ടുണ്ട്. ഇനി നല്ലോണം കറി തിളച്ച് വരുമ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആവും കേട്ടോ. ഇനി ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതാ എൻ്റെ കറിയൊക്കെ നല്ലോണം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഈ ഒരു കറി ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഞാൻ ഇതിനൂടെ കഴിക്കാൻ വേണ്ടി നാസ്തക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല അടിപൊളി ഒറോട്ടിയാണ്. ഒറോട്ടിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടുനോക്കണേ. അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ട് ഒറോട്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നല്ല ബോള് പോലെ പൊങ്ങി വരുന്ന ഒറോട്ടി ആയിട്ടാ. അപ്പോൾ മുമ്പുള്ള വീഡിയോ എല്ലാം ആരെങ്കിലും കാണാത്തതിലുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ എൻ്റെ ഒറോട്ടിയും നല്ല അടിപൊളി കൊഞ്ചൻ കറിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിന് ഒറോട്ടിക്ക് കൂട്ടിയിട്ട് ഈ കറി കഴിക്കാൻ. ഒറോട്ടിക്ക് മാത്രമല്ല എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും ഇത് നല്ലൊരു കറിയായിട്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ കറീൻ്റെ തിക്നെസ് ഒക്കെ കൂടിയിട്ടുണ്ട്. തിളച്ച് വന്ന് ഒന്ന് ചൂടാറുമ്പോൾ നല്ല തിക്കായിട്ട് വരും ഈ കറി. അപ്പോഴേക്കും ഇതാ ഫുഡെല്ലാം കഴിക്കാൻ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമാക്ക് ഇപ്പോൾ ക്ലാസ് ഉണ്ട് കേട്ടോ. അവളും ഉമറൊന്നും ഇപ്പോൾ കഴിക്കൂല. അവരെയൊക്കെ ഇനി കുറച്ച് ടൈം കഴിയും, എഴുന്നേറ്റ് ആടൊന്നും കഴിക്കൂല. അപ്പോൾ ഇതാ നല്ല അടിപൊളി കൊഞ്ചൻ കറിയും അതുപോലെ ഒറോട്ടിയൊക്കെ കൂട്ടി കഴിക്കില്ല. നല്ല ടേസ്റ്റുള്ള കറിയായിട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ റെസിപ്പിയോ അതല്ലെങ്കിൽ വ്ലോഗോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.